നമസ്കാരം. ഏറ്റവും പുതിയ പെൻഷൻ വിതരണ വാർത്ത അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് പെൻഷൻ തുക വിതരണത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ പുതിയ ചില മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരിന് നിലവിലത്തെ സാഹചര്യം വെച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായി 1600 രൂപ വീതം പെൻഷൻ തുക ഓരോ മാസവും വിതരണം കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് 64 ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളാണ് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് സംസ്ഥാന സർക്കാർ 5 മാസത്തെ പെൻഷൻ തുകയായിട്ട് 8000 രൂപയോളം പെൻഷൻ തുക നൽകുവാനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ, അതായത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാമത്തെ ബജറ്റ് അവതരണം നമ്മുടെ ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ മന്ത്രിസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത വർഷം മുതൽ കൃത്യമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കുമെന്നും ധനകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ള കുടിശ്ശിക, അതായത് 8000-ഓളം വരുന്ന പെൻഷൻ തുകയുടെ കുടിശ്ശിക 2 അല്ലെങ്കിൽ 3 തവണയായിട്ട് വിതരണം ചെയ്യുമെന്നുള്ള കാര്യം ധനകാര്യമന്ത്രി പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിന് നൽകുവാനുള്ള GST അതുപോലുള്ള കുടിശ്ശിക തുകകൾ കേന്ദ്ര സർക്കാർ നൽകാത്തത് കൊണ്ടാണ് ക്ഷേമ പെൻഷൻ മുടങ്ങുന്നത് എന്നും കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് നിലവിൽ കുടിശ്ശികയുള്ള പെൻഷൻ തുകയിൽ നിന്നും 2 മാസത്തെ പെൻഷൻ തുകയായ 3200 രൂപയുടെ വിതരണമാണ് ഈ മാസം ഉണ്ടാകുക എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ കൃത്യമായുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും എല്ലാവിധ വാർത്തകളും പെൻഷൻ വാർത്തകളും തത്സമയം അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പുതിയൊരു വാർത്താ വിശേഷമായി വീണ്ടും കാണാം.